ജിൽബാബിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ക്യാരി പൗച്ച് അല്ലെങ്കിൽ ക്യാരി ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ സൈസിലും എങ്ങനെ മെഷർമെൻറ്റ് എടുക്കുക എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ജിൽബാബിൻ്റെ ബാഗ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു ജിൽബാബിൻ്റെ ബാഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്കൊരു 1/4 മീറ്ററാണ് വേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ജിൽബാബിൻ്റെ ബാഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏത് കളറിലെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ് ജിൽബാബ് സ്റ്റിച്ച് ചെയ്യുന്നത്, ആ ഒരു സെയിം കളറിലെ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെ വേണം ബാഗും സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ അതിനായിട്ട് 15 ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ 12 ഇഞ്ച് വിഡ്ത്തുമുള്ള 2 പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇതിനായിട്ട് ഒരു ത്രെഡ് വേണം, ഒരു സ്ട്രാപ്പ് വേണം. അപ്പോൾ ആ ഒരു സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടും നമ്മൾക്ക് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 2 ഇഞ്ച് വീതിയും 12 അല്ലെങ്കിൽ 15 ലെങ്ത്ത് ഉള്ള ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കട്ട് പീസായിട്ടാണ് കിട്ടിയത്, അതുകൊണ്ടാണ് 2-3 പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റ പീസായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ലെങ്ത്ത് നമ്മുടെ സ്ട്രാപ്പിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകാം. അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പീസ് ഉണ്ടല്ലോ, 12 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ 15 ഇഞ്ച് ലെങ്ത്തും ഉള്ള ആ ഒരു പീസിൻ്റെ 3 വശം നമ്മൾ ഇതുപോലെ 1/4 ഇഞ്ച് വെച്ച് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 3 സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. 2 പീസിൻ്റെയും 3 സൈഡിൽ നല്ല വൃത്തിക്ക് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്ത് വന്നിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ഒരു ബാഗ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. അപ്പോൾ നിങ്ങൾ നല്ലപോലെ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ട് തന്നെ മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണാൻ ശ്രദ്ധിക്കാം കേട്ടോ. ഇതുപോലെ നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമ്മൾ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതാണ്, നമ്മൾ 3 സൈഡ് മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. അതായത് 2 സൈഡിലെ 15 ഇഞ്ചുള്ള ആ 2 സൈഡും നമ്മൾ മടക്കി സ്റ്റിച്ച് ചെയ്യണം. അതുപോലെ തന്നെ താഴ്ഭാഗത്ത് 12 ഇഞ്ച് വീതിക്ക് എടുത്തിരിക്കുന്ന ആ ഒരു സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. മുകൾ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം, 12 ഇഞ്ച് വീതിയുള്ള ആ ഒരു പോർഷൻ മുകൾ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വിടണം. അതായത് 2 സൈഡിലെയും 15 ഇഞ്ചും താഴത്തെ 12 ഇഞ്ച്, അങ്ങനെ 3 സൈഡായിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. മുകളിലത്തെ 12 ഇഞ്ച് ആയിരിക്കണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാണ്ട് വിടേണ്ടത്. അപ്പോൾ ഇതുപോലെ നമ്മൾക്ക് നല്ല വൃത്തിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ച് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയുകയാണ്, നമ്മൾ ജിൽബാബിൻ്റെ ഫ്രീ സൈസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ആ വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ കിഡ്സിൻ്റെ മുതൽ എല്ലാ സൈസിൻ്റെയും ചാർട്ട് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോയും നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഇനി നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വാല്യൂബിൾ ആയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളിത് 2ൻ്റെയും 3 വശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മുകളിൽ ഒഴിച്ചിട്ടിരിക്കുന്ന ആ ഒരു 12 ഇഞ്ചിൻ്റെ സ്പേസ് ഉണ്ടല്ലോ, അവിടെ നമ്മൾ 1 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം. അവിടെ നമ്മൾ ആ ഒരു അത്രയും ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്യാനുള്ള കാരണം, നമ്മൾ ആ ഒരു ഗ്യാപ്പിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു സ്ട്രാപ്പ് കടുത്ത് വിടാൻ പോകുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട് തന്നെയാണ് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലാത്ത പല ത്രെഡും നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ആ ഒരു ത്രെഡ് യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിത് 2ൻ്റെയും 1 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഹോളിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ലോക്കറ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതായത് നമുക്ക് ആ ത്രെഡ് കയറ്റി കൊടുക്കാനുള്ളതാണ് ആ ഹോള്. അപ്പോൾ ആ ഹോള് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് ആ ഹോളിൻ്റെ താഴ്ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തില്ലേ, ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചുറ്റിലും ആ 3 വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല വൃത്തിക്ക് തന്നെ കിട്ടും. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ, നല്ല വശം ഒരുപോലെ ഇട്ടിട്ട് ചീത്ത വശത്ത് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇനി സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് മെറ്റീരിയൽ ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ അറ്റത്ത് കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ സ്ട്രാപ്പൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ബാഗ് ഇതുപോലെ നല്ല വശത്തേക്ക് മറിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം എല്ലാ എഡ്ജും 2 എഡ്ജും നമുക്ക് ഇതുപോലെ കത്രികയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും
ഒരു ഐറ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് എഡ്ജൊക്കെ ഇതുപോലെ പുറത്തേക്ക് നല്ലപോലെ കുത്തി പുറത്തൊക്കെ ആക്കിയെടുക്കാം. അങ്ങനെ കുത്തിയെടുക്കുമ്പോൾ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുത്തിയെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കീറി പോവാണ്ട് പതിയെ സാവധാനത്തിൽ കുത്തിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ കുത്തിയൊക്കെ എടുത്ത് നല്ല ഫിനിഷിങ്ങിൽ നമ്മളുടെ ബാഗ് സെറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ എഡ്ജും നല്ലപോലെ വരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എഡ്ജൊക്കെ കറക്റ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ സ്ട്രാപ്പ് കടത്തി വിടണം. അപ്പോൾ ഞാൻ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഹോളിൽ വലിയ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാണ്ട് ചെറിയ സ്ട്രാപ്പ് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു സൂചി യൂസ് ചെയ്തിട്ട് നമ്മളുടെ സ്ട്രാപ്പ് 2 ഹോളിൽ കൂടെയും കടത്തി വിടണം. ആദ്യം 2 സ്ട്രാപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു സ്ട്രാപ്പ് ഒരു ഫസ്റ്റത്തെ സൈഡിൽ കൂടെ കൊടുത്ത് വിട്ടു, പിന്നെ അടുത്ത സ്ട്രാപ്പ് അടുത്ത സൈഡിൽ കൂടെയും കടത്തി വിട്ടു കേട്ടോ. 2 പീസായിട്ടാണ് നമ്മൾ സ്ട്രാപ്പിനുള്ള ഹോള് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ 2 ഹോളിൽ കൂടെയും നമ്മൾ സ്ട്രാപ്പ് കടത്തി വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇങ്ങനെയാണ് ഈ ഒരു സ്ട്രാപ്പ് യൂസ് ചെയ്യുന്നത്. അതായത് 2 സൈഡിൽ നിന്നും ഒരേപോലെ വലിച്ചു കൊടുത്ത് നമുക്ക് കെട്ടിക്കൊടുത്തതിനാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ബാഗ് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ അറ്റത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അലങ്കാരത്തിന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പ്ലെയിൻ ആയിട്ട് കിടക്കാണ്ടിരിക്കാൻ ഇതുപോലെ ഡോറി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ബീഡ്സോ അല്ലെങ്കിൽ വെറുതെ പ്ലെയിൻ ആക്കാണ്ട് എന്തെങ്കിലും ആഡ് ചെയ്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല. അപ്പോൾ ഡോറി സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഇങ്ങനെ കാണിക്കുന്നത്. ആദ്യം ഇതിന് ഒരു 3 ഇഞ്ച് വീതിയും അതുപോലെ തന്നെ ഒരു 6 ഇഞ്ച് നീളമുള്ള പീസ് എടുത്തിട്ട് ആദ്യം 2ആക്കി മടക്കി, പിന്നെ ട്രയാങ്കിൾ രൂപത്തിൽ മടക്കിയിട്ട് വീണ്ടും നമ്മളിങ്ങനെ ത്രെഡ് ഉൾപ്പെട്ടിട്ട് ട്രയാങ്കിൾ പോലെ മടക്കിയിട്ട് ആ ത്രെഡ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മളിങ്ങനെ ചിരിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതേ വീഡിയോയിൽ നല്ലപോലെ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡും അതുപോലെ മടക്കുന്ന മെത്തേഡൊക്കെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിച്ച് കണ്ടാൽ നിങ്ങൾക്ക് നല്ലപോലെ തന്നെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ജിൽബാബ് വിത്ത് ബാഗും വിത്തൗട്ട് ബാഗായിട്ടും ഞാൻ സെയിലാക്കുന്നുണ്ട്. ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമ്മൾ റമദാൻ സ്പെഷ്യലായിട്ടുള്ള ഓഫറൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ജിൽബാബ് സെയിലാക്കുന്നത്. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഒട്ടും പഠിക്കാണ്ട് തന്നെ നമുക്ക് DM ചെയ്യാം കേട്ടോ. എല്ലാവരും മാക്സിമം മെസ്സേജ് അയക്കാൻ ശ്രദ്ധിക്കുക. കോൾ ചെയ്താൽ ചിലപ്പോൾ എടുക്കാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ നമ്മളുടെ നോമ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ചെറിയ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മളുടെ ബാഗിൻ്റെ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കും. ഒപ്പം ഫീഡ്ബാക്ക് കൂടി അറിയിക്കുക. അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ ബൈ ബൈ.